സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ SIR പ്രായോഗികമല്ല എന്ന് BJP ഒഴികെയുള്ളവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമാകുമെന്നും SIRനെ നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയെന്നും CPM പ്രതിനിധി M. വിജയകുമാർ പറഞ്ഞു. BLOമാർക്ക് ഒന്നും അറിയില്ലെന്നും കൃത്യമായ ട്രെയിനിംഗ് ലഭിച്ചില്ല എന്നും കോൺഗ്രസിന്റെ M. K. റഹ്മാൻ പ്രതികരിച്ചു. അടിയന്തരമായി പ്രവാസി സംഘടനകളുടെ യോഗം വിളിക്കണമെന്ന് മുസ്ലിം ലീഗിലെ മുഹമ്മദ് ഷാ ആവശ്യപ്പെട്ടു. പ്രവാസികൾക്കായി പ്രത്യേക കോൾ സെന്റർ ഒരുക്കുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ മറുപടി നൽകി. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഈ ഫോം എങ്ങനെ ഫിൽ ചെയ്യണം എന്നുള്ള ഒരു ചെറിയ വീഡിയോ അടക്കം നമ്മൾ ചെയ്തിട്ട് ഇന്ന് നമ്മൾ റിലീസ് ചെയ്യാം. പിന്നെ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഒരു കോൾ സെന്റർ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വന്നിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഓവർസീസ് എലക്ടേഴ്സിന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോൾ സെന്റർ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെക്കാം. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. പിന്നെ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടാവും അവരുടെ ചോദ്യങ്ങൾ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ലോക്കൽ ബോഡി ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ അതിന് തടസ്സമാണ് ഈ കാര്യങ്ങളെല്ലാം. ഇതിലൊരു കാര്യം തീരുമാനിക്കേണ്ടി വരും. ഒന്നുകിൽ ഇത് മാറ്റിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ മാറ്റിവെക്കേണ്ടി വരും. ഇതിലേതാണ് പ്രായോഗികമെന്ന് ഇവിടെ ആലോചിക്കണം. ഇലക്ഷൻ കമ്മീഷൻ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മളെ ഓവർസീസ് വോട്ടേഴ്സിൻ്റെ വിവരങ്ങൾ നൽകാനുള്ള സൈറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. ഈ ഓവർസീസ് വോട്ടർമാർ വിവരങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് എപ്പിക് കാർഡില്ല, അവർക്ക് എപ്പിക് നമ്പറുമില്ല. അപ്പോൾ അവർ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറാണോ കൊടുക്കേണ്ടത്, അത് അവരുടെ പാസ്പോർട്ട് നമ്പറാണോ എന്നുള്ള വിവരവും കൂടി. അപ്പോൾ അത്തരം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്കിവിടെ കിട്ടണം. അവരുടെ 2002 ഇലക്ടർ റോഡ് നോക്കുമ്പോൾ ഇത് കാണുന്നില്ല. അവരവിടുന്ന് ആരെ വിളിക്കണം, അവരെങ്ങനെ കോൺടാക്ട് ചെയ്യും, അവരൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു വാട്സപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ നിങ്ങളുടെ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്താൽ തിരിച്ചു കിട്ടുന്ന ഒരു പരിവ് ഉണ്ടാകണം. പിന്നെ അവരുടെ ഒരു ആപ്ലിക്കേഷൻ എന്യൂമറേഷൻ വന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ഒരു സംവിധാനം വേണം. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, രാഷ്ട്രീയ പാർട്ടികളിൽ പലരും അവരുടെ അഭിപ്രായം പറഞ്ഞു. ഭൂരിഭാഗം പറഞ്ഞത് SIR ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് പ്രായോഗികമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പലരും വിയോജിപ്പ് അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തു. എന്താണ് ഇന്ന് കൂടുതലായി അവിടെ സംഭവിച്ചത്? അജി, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നേരത്തെയും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചീഫ് ഇലക്ടറൽ ഓഫീസർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും അതിനെ അങ്ങേയറ്റം എതിർക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് അവർ നേരത്തെയും സ്വീകരിച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം എത്രയും ഉടൻ തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ല എന്നുള്ള നിലപാടാണ് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത്. ഇന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ വിളിച്ചു ചേർത്ത യോഗത്തിലും BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പറഞ്ഞതും അതുതന്നെയാണ്. CPMനെ പ്രതിനിധീകരിച്ചുകൊണ്ട് യോഗത്തിനെത്തിയത് M. വിജയകുമാറാണ്. M. വിജയകുമാർ പറഞ്ഞത് ഒന്നുകിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം, അതല്ല എങ്കിൽ SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെക്കണം. ഇതിനകത്ത് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക പ്രായോഗികമല്ല എന്നുള്ള കാര്യമാണ് CPM പ്രതിനിധി പറഞ്ഞത്. അതേസമയം ഈ പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് അവിടെ വന്ന A. K. റഹ്മാൻ പറഞ്ഞത് അന്ധൻ ആനയെ കണ്ടതുപോലെയാണ്. ഇത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന BLOമാർക്ക് പോലും ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയില്ല. അപ്പോൾ അതിനെയാണ് അന്ധൻ ആനയെ കണ്ടതുപോലെയാണ് എന്നുള്ള ഒരു ഉപമ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത്. അതേസമയം CPIയുടെ പ്രതിനിധി സത്യൻ മൊകേരി പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരു കത്ത് നൽകി. അപ്പോൾ ആ കത്ത് പ്രകാരം എങ്ങനെ സഹകരിക്കാൻ കഴിയും, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തകർ അതിന്റെ ഭാഗമായി നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് CPIയുടെ പ്രതിനിധി ചോദിച്ചത്. അതേസമയം വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് പ്രവാസികളുമായി ബന്ധപ്പെട്ടാണ്. പ്രവാസികൾക്ക് ഇപ്പോൾ തന്നെ നമുക്കറിയാം, നേരത്തെ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ CAA നടപ്പിലാക്കുന്ന ഘട്ടത്തിലൊക്കെ വലിയ ആശങ്ക പ്രവാസികൾക്കുണ്ടായിരുന്നു. അതേ ആശങ്ക SIRമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാസികൾക്കുണ്ട് എന്നുള്ള കാര്യമാണ് മുസ്ലിം ലീഗ് പ്രതിനിധി മുഹമ്മദ് ഷാ ചീഫ് ഇലക്ടറൽ ഓഫീസറെ അറിയിച്ചത്. അപ്പോൾ ഈ പറയുന്ന പ്രവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ നടത്തണം. പ്രവാസികളുടെ ഒരു യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്ന് മുസ്ലിം ലീഗ് പ്രതിനിധി മുഹമ്മദ് ഷാ ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടു. അപ്പോൾ
അങ്ങനെ വലിയ ആശങ്കയാണ് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ യോഗത്തിൽ ഇന്നും ആവർത്തിച്ചത്. അതേസമയം ആശങ്കയുടെ അടിസ്ഥാനമില്ല, വളരെ സുതാര്യമായിട്ട് ആരെയും ഒഴിവാക്കാതെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു മറുപടിയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ നൽകിയത്. പ്രവാസികളുമായി ബന്ധപ്പെട്ട് ആശങ്ക പരിഹരിക്കാൻ ഒരു കോൾ സെന്റർ തുടങ്ങും. അവരുടെ ആശങ്കകൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകി അവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയോ ഉണ്ടാവും. അങ്ങനെ 24/7 ആയി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഒരുക്കും എന്നുള്ള കാര്യമാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ മറുപടിയായിട്ട് നൽകിയത്. എന്തായാലും നവംബർ മാസത്തോടുകൂടി തന്നെ, നവംബർ 25 ഈ പറയുന്ന എല്ലാ എന്യൂമറേഷൻ ഫോമും നൽകി അത് തിരികെ പൂരിപ്പിച്ച് വാങ്ങുന്ന ഒരു പ്രക്രിയയെ പൂർത്തിയാക്കാനുള്ള ഡെഡ് ലൈൻ വെച്ചാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ പ്രവർത്തിക്കുന്നത്. നിലവിൽ 36 ലക്ഷത്തോളം എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തിട്ടുണ്ട്. അതിന്റെ പകുതിയിലധികം തിരികെ പൂരിപ്പിച്ച് ലഭിച്ചതായിട്ടും പറയുന്നുണ്ട്. ഈ പറയുന്ന ഡിസംബർ മാസത്തോടുകൂടി, ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഫെബ്രുവരി 7 ആയിരിക്കും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. അജി.